എക്സസൈസ് 6.5 ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദം ആർ റൈറ്റ് ട്രയാങ്കിൾ. ഇൻ കേസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് കാണണം. അപ്പൊ എങ്ങനെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ നമുക്ക് പൈതഗോറസ് തിയറം കറക്റ്റ് ആയിട്ട് കിട്ടുക. അതായത് AC² ഈക്വൽ ടു AB² പ്ലസ് BC² എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ, അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. 7 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ലാർജർ സൈഡ് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് സൈഡ് വരിക. അങ്ങനെയാണ് ഇതിന്റെ ഷോർട്ടർ സൈഡിന്റെ സ്ക്വയറിന്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ 7² പ്ലസ് 24² ചെയ്ത് നോക്കുക. അങ്ങനെയാണ് 49 പ്ലസ് 576. അത് ചെയ്യുമ്പോൾ നമുക്ക് 625 ആണ് കിട്ടുന്നത്. 625 എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണ് ഇത് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് അപ്പോൾ എത്രയാണ്? ലാർജർ സൈഡ് ആണ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് വരിക 25 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ എന്ന് എഴുതുക. അതുപോലെ ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. 3, 8, 6 ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇതിൽ രണ്ടിന്റെ ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് 3ഉം 6ഉം. അപ്പൊ 3² പ്ലസ് 6² ഈക്വൽ ടു 9 പ്ലസ് 36. 9 പ്ലസ് 36 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഒരു ഇറ്റ് ഇസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ അല്ല. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രം, പൈതഗോറസ് തിയറം ശരിയായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അടുത്തത് 50, 80, 100. 50, 80, 100 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 50² പ്ലസ് 80² ഈക്വൽ ടു 2500 പ്ലസ് 6400. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8900. ഇതും 100ന്റെ സ്ക്വയർ അല്ല. അപ്പൊ ഇതും നോട്ട് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ അടുത്തത് 13, 12, 5 സെന്റിമീറ്റർ. 13ഉം 12ഉം 5ഉം വരുന്നു. 13, 12, 5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ 12² പ്ലസ് 5² ഈക്വൽ ടു 144 പ്ലസ് 25. 144 പ്ലസ് 25 എന്ന് പറയുന്നത് 169 ആണ്. 169 എന്ന് പറയുന്നത് 13² ആണ്. അപ്പൊ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് 13 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. QR is a triangle right angled at P and M is the midpoint of QR such that PM perpendicular to QR എന്ന് തന്നിട്ടുണ്ട്. PM perpendicular to QR. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PM² ഈക്വൽ ടു QM ഇൻറ്റു MR. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. PM പെർപെൻഡിക്കുലർ ടു QR എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് അറ്റ് P ആണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതില് അതായത് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. PQM, PMR. ഈ രണ്ട് ട്രയാങ്കിളിൽ നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കാരണം PM² വരേണ്ടത് കൊണ്ട് ഇതിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നത് PQM എന്നുള്ള ട്രയാങ്കിളും അതുപോലെ PMR എന്നുള്ള ഒരു ട്രയാങ്കിളും എടുക്കുക. അപ്പൊ ഇതിൽ രണ്ടിലും PM എന്നുള്ള സൈഡ് കോമൺ ആയിട്ടുണ്ട്. രണ്ടിലും PM ഉള്ളത് കൊണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് PM² കിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇവിടെ PM² ഉള്ളത് കൊണ്ട് രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിളും PM എന്നുള്ള ഒരു സൈഡ് ഉള്ള വിധത്തിലുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ PQM ആൻഡ് ട്രയാങ്കിൾ PMR, ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് M, അതായത് PM പെർപെൻഡിക്കുലർ ടു QR ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ആ ആംഗിളിനെ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ഈ ട്രയാങ്കിളിൽ പറയുകയാണെങ്കിൽ ആംഗിൾ PMQ ഈക്വൽ ടു ആംഗിൾ PMR ഈക്വൽ ടു 90 ഡിഗ്രി. ഒരു ആംഗിൾ
90, അതായത് ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് എ സിമിലാരിറ്റി വെച്ചിട്ട് പറയാം. ഇവിടെ ആംഗിൾ ആണ് ഉള്ളത്. ഒരു ആംഗിള് നമുക്കിപ്പോ ആദ്യമേ ഈക്വൽ ആയി. ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിമിലാരിറ്റി വെച്ചിട്ട് ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആണെന്ന് പറയാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ഈ ഒരു ട്രയാംഗിൾ നമ്മൾ നോക്കുക, പി എം ആറില് നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ഈ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആംഗിൾ 1ഉം ആംഗിൾ 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടിയാൽ മാത്രമേ ആ ട്രയാംഗിൾ എല്ലാ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് 90 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180, ആംഗിൾ സം പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് 180 മൈനസ് 90 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ റീസൺ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ. അപ്പൊ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 90 ആയി. ഇനി നമുക്ക് ആംഗിൾ പി, റൈറ്റ് ആംഗിൾ ആയിട്ട് പി ആണ്. അപ്പൊ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് എന്താണ്, 90 ആണ്. അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷനിൽ റൈറ്റ് സൈഡ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ആണ്. അപ്പോൾ 4 ക്യാൻസൽ ആയിട്ട് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 കിട്ടി. അതായത് ഈ ട്രയാംഗിളിന്റെ ആംഗിൾ 1ഉം നമ്മുടെ പി ക്യു എം എന്നുള്ള ട്രയാംഗിളിന്റെ ആംഗിൾ 3യും ഈക്വൽ ആയി. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ നമുക്ക് ഈക്വൽ ആയി. Therefore by AA similarity നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആണ്. അപ്പൊ അതിൽ ആംഗിൾ നമുക്ക് എം ഇപ്പൊ രണ്ടിലും കോമൺ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ട്രയാംഗിൾ, അതായത് ട്രയാംഗിൾ പി ക്യു എം സിമിലർ ടു പി ക്യു എം ആണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ ഈ ട്രയാംഗിളിന്റെ എം ആണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ എം അതുപോലെ പി എന്ന് പറയുന്നത്, അതായത് ഈ ട്രയാംഗിളിന്റെ പി ക്യു എമ്മിലെ പി ആംഗിൾ 1നാണ് ഈക്വൽ. അപ്പൊ ഇവിടെ നമുക്ക് 6 എഴുതാം. അതുപോലെ ഇവിടെ ഇങ്ങനെയാണ് സിമിലർ ആവും. ഏതെല്ലാം ആംഗിളിനാണോ കറക്റ്റ് ആയിട്ട് വരുന്നത്, എം രണ്ടിലും ഈക്വൽ ആണ്. അപ്പൊ എം നമ്മൾ എഴുതി. അതുപോലെ ആംഗിൾ പി, അതായത് ഈ 3 ആംഗിൾ 1നാണ് ഈക്വൽ. അപ്പൊ ആംഗിൾ 3 എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിൽ പി ആണ്. ഇതിൽ 1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ പിയുടെ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് 6 എഴുതുക. പിന്നെ ബാക്കിയുള്ളത് അതിനനുസരിച്ച് എഴുതുക. ഇനി ഈ രണ്ട് ട്രയാംഗിൾ നമുക്ക് സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സൈഡ്സ് പ്രൊപ്പോർഷൻ ഇവിടെ നമുക്ക് പി എം ആണ് കിട്ടേണ്ടത്. അപ്പോൾ പി എം സ്ക്വയർ കിട്ടേണ്ടത് കൊണ്ട് ആദ്യം എന്ത് എഴുതണം, പി എം ബൈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിലും അതേപോലെ തന്നെ എടുക്കുക. പി എം ബൈ ആർ എം ഈക്വൽ ടു, ഇനി നമുക്ക് ഇവിടെ ഈ ട്രയാംഗിൾ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, പി എം. എന്നാൽ മാത്രമേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എം സ്ക്വയർ വരുള്ളൂ. അപ്പൊ നമ്മൾ പി എം എഴുതി ലാസ്റ്റ് രണ്ട്. അപ്പൊ ഇതിലും അതേപോലെ തന്നെ എഴുതുക, ക്യൂ എം. അപ്പോൾ പി എം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പി എം സ്ക്വയർ ഈക്വൽ ടു ക്യൂ എം ഇൻറ്റു ആർ എം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആർ എം എം ആർ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ എ സിമിലാരിറ്റി വെച്ച് രണ്ട് ട്രയാംഗിൾ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആംഗിൾ ഏതെല്ലാം ആംഗിൾ ഈക്വൽ ആയിട്ടാണ് വരുന്നത് അതിനനുസരിച്ച് പേര് എഴുതുക. അതിനുശേഷം നമുക്ക് പി എം സ്ക്വയർ ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് പി എം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ട്രയാംഗിളിന്റെ ഡിനോമിനേറ്ററിൽ അതേപോലെ എഴുതുക. അടുത്തത് നമുക്ക് ഇവിടെ പി എം വന്നാൽ മാത്രമേ പി എം സ്ക്വയർ ആവുള്ളൂ. അപ്പൊ ഈ രണ്ട് സെറ്റ് ഇടാം. അതായത് പി എം ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, എ ബി ഡി ഈസ് എ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് എ ആൻഡ് എ സി പെർപെൻഡിക്കുലർ ടു ബി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി, എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി, എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി. അപ്പൊ ഇതില് നമുക്ക് എ ബി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ട് ട്രയാംഗിളിലെ ഒരു സൈഡ് എ ബി വേണം. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഈ ട്രയാംഗിൾ എ ബി ഡി, വലിയ ട്രയാംഗിളിൽ എന്തുണ്ട്, എ ബി എന്നുള്ള ഒരു സൈഡ് ഉണ്ട്. ഈ ട്രയാംഗിൾ എ ബി ഡി, അതുപോലെ പിന്നെ ഒരു ട്രയാംഗിൾ നമ്മൾ എടുക്കുകയാണ് എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ബി സി. ഇതില് നമുക്ക് ഏതെല്ലാം ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ആംഗിൾ എ ബി ഡിയിൽ ആംഗിൾ എ റൈറ്റ് ആംഗിൾ അറ്റ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതില് എ സി പെർപെൻഡിക്കുലർ ടു ബി ഡി ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. രണ്ടും 90 ഡിഗ്രി ആണ്. അതുപോലെ രണ്ട് ട്രയാംഗിളും ബി എന്ന ആംഗിൾ കോമൺ ആണ്. എ ബി സിയിലും എ ബി ഡിയിലും ബി കോമൺ ആണ്.
ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ബി കോമൺ ആയിട്ട് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. Therefore by AA similarity ട്രയാങ്കിൾ ABD സിമിലർ ടു ഏത് ട്രയാങ്കിളിനാണ് സിമിലർ ആവുന്നത് നോക്കാം. ആംഗിൾ എ ഏതിനാണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്? സി. പിന്നെ ആംഗിൾ ബി രണ്ടിലും ഈക്വൽ ആണ്. ഡി എന്ന് പറയുന്നത് അപ്പോ ഇവിടെ എ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ എ ബി ഡി എന്ന് എഴുതിയാൽ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ചെറിയ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ സി ആണ്. അതുപോലെ ബി രണ്ടിലും കോമൺ ആണ്. ആംഗിൾ ഡിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ആംഗിൾ എ ആണ്. ചെറിയ ട്രയാങ്കിളിലെ ആംഗിൾ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് എ ബി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ ആദ്യം ഈ ട്രയാങ്കിളിൽ എ ബി എഴുതുക. എ ബി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എ ബി ആണ് എഴുതിയെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ ബി സി. അതുപോലെ ഈക്വൽ ടു ഇവിടെ നമുക്ക് എ ബി ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പൊ ഈ ചെറിയ ട്രയാങ്കിളിന്റെ എ ബി ആണ് എടുത്തതെങ്കിൽ ഇവിടെ ബി ഡി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി ഇൻറ്റു എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി. അപ്പൊ അത് നമുക്ക് കിട്ടി, ബി സി ഇൻറ്റു ബി ഡി. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. ഇവിടെ നമുക്ക് എ സി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ എന്ത് വേണം? എ സി എന്നുള്ള ഒരു സൈഡ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ മാത്രമേ എന്ത് വരുള്ളൂ? എ സി എന്നുള്ള ഒരു സൈഡ് വരുള്ളൂ. അപ്പൊ നമ്മൾ ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ ആംഗിൾ ആണ് ഈക്വൽ? നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ എ ബി സിയിലും എ സി ഡിയിലും സി എന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാറ് ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ഡി, രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആയി. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4, ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു, അതായത് ഈ മൂന്ന് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇത് 90 ആവുമ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് കിട്ടുക. റീസൺ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് എഴുതുക. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതായത് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയി. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ആണെങ്കിൽ 4 ക്യാൻസൽ ആയി. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 ആയി. Therefore by AA similarity ഏതൊക്കെ ട്രയാങ്കിൾ ആണ് സിമിലർ ആയിട്ട് വരിക എന്നുള്ളത് നോക്കാം. Therefore by AA similarity നമ്മളിവിടെ ആദ്യം ട്രയാങ്കിൾ എ ബി സി എന്നാണ് എഴുതുന്നതെങ്കിൽ ആ ട്രയാങ്കിൾ സിമിലർ ആവുന്നത് ആംഗിൾ എ, ഇതിലുള്ള ആംഗിൾ എ എന്ന് പറയുന്നത് 3 ആണ്. 3 ഏതിനാണ് ഈക്വൽ? 1നാണ്. അപ്പൊ ഡി എന്ന് കൊടുക്കുക. പിന്നെ ബി ആണ്, പിന്നെ നമുക്ക് ഏതാ സി ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ സി ഇതിൽ ലാസ്റ്റ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് എഴുതുക ബി എ സി. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ഡി എ സി. ഓരോ ആംഗിളിന് ഈക്വൽ ആക്കി സിക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. ആംഗിൾ എ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ എ, ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ ഡി ആണ്. അതായത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 1 ആണ്. അപ്പൊ പേര് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് എ സി സ്ക്വയർ ആണ് കിട്ടേണ്ടത്. എ സി സ്ക്വയർ കിട്ടണമെങ്കിൽ ഇത് രണ്ടും എടുക്കണം. അപ്പൊ ഇതിലും അതേപോലെ എടുക്കുക. എ സി ബൈ ബി സി ഈക്വൽ ടു, നമുക്ക് ഇനി ഡിനോമിനേറ്ററിൽ എ സി ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ എ സി എന്ന് എഴുതി, ഇതില് ബി സി. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. അപ്പൊ അതും പ്രൂവ് ചെയ്തു. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. ഇനി തേർഡ് പാർട്ട് നോക്കാം. അടുത്തത് നമുക്ക് എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എ ഡി സ്ക്വയർ ആണ് വരേണ്ടത്. എ ഡി സ്ക്വയർ വരണമെങ്കിൽ ഏതെല്ലാം ട്രയാങ്കിൾ എടുക്കണം? എ ഡി വരണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വലിയ ട്രയാങ്കിൾ വേണം. ഈ ട്രയാങ്കിൾ എ ബി ഡി, എ ബി ഡിയിൽ എന്തുണ്ട്? എ ഡി ഉണ്ട്. പിന്നെ എ ഡി വരുന്നത് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എ സി ഡി. അപ്പൊ ഇതില് നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്? അതായത് രണ്ടിലും നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാം ആംഗിൾ ഡി കോമൺ ആണ്. അതായത് എ ബി ഡിയിലും എ സി ഡിയിലും ആംഗിൾ ഡി കോമൺ ആണ്. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഡി കോമൺ ആയിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾ. പിന്നെ എന്തൊക്കെയാണ്? ഇതിൽ ആംഗിൾ എ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ സി ഡി 90 ഡിഗ്രിയാണ്. Therefore by AA similarity triangle ABD
ABD സിമിലർ ടു ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ നമ്മൾ ABD എന്നാണ് പറഞ്ഞത്. ആംഗിൾ ഏത് ആംഗിളിനാണ് ഈക്വൽ? സിക്കാണ് ഈക്വൽ. അതുപോലെ ഡി ലാസ്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഡി ലാസ്റ്റ് എഴുതുക. ബാക്കി വരുന്നത് CAD. ABD സിമിലർ ടു ട്രയാങ്കിൾ CAD ആണ്. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? AD സ്ക്വയർ ആണ്. അപ്പൊ AD ബൈ CD ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇനി AD വരണം. ഇവിടെ ലാസ്റ്റിലുള്ളതാണ് എടുത്തത്. അപ്പൊ ഇവിടെ BD. അപ്പൊ AD ഇൻറ്റു AD സ്ക്വയർ ഈക്വൽ ടു BD ഇൻറ്റു CD. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ABC is an isosceles triangle right angled at C. Prove that AB square equal to 2AC square. AB square equal to 2AC square എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് സി ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ AC ഈക്വൽ ടു BC ആണ്. നമ്മുടെ പൈതഗോറസ് തിയറം എന്താണ്? AB സ്ക്വയർ ഈക്വൽ ടു, ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് സി ആണല്ലോ. അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇവിടെ AC നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? 2AC സ്ക്വയർ. AC is equal to BC ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ AC is equal to BC ആണ്. അവിടെ മാറ്റി കൊടുക്കുകയുള്ളൂ. AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. ABC is an isosceles triangle with AC is equal to BC നമുക്ക് തന്നിട്ടുണ്ട്. AC is equal to BC ആണ്. അതുപോലെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ അറ്റ് സി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. അപ്പോൾ AB സ്ക്വയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ എന്നുള്ളത് AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം AC എന്നുള്ളത് BC എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ C സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആയി. അതായത് AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ കിട്ടിയതുകൊണ്ട് therefore by converse of പൈതഗോറസ് തിയറം നമുക്ക് എന്ത് പറയാം? Converse of Pythagoras theorem, ABC is a right triangle. Triangle ABC is right triangle. AB square equal to BC square plus AC square എന്ന് കിട്ടുന്നത് കൊണ്ട് റൈറ്റ് ആംഗിൾ അറ്റ് സി ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയും. ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.